ഉത്തമ രാമഭക്തന്റെ സമ്പൂർണ്ണ ചരിതം. വീരഹനുമാൻ ഇന്നു മുതൽ വൈകുന്നേരം 6 മണിക്ക്. തന്റെ കൂടെ ഒരു ജീവിതം, നമ്മുടെ കുഞ്ഞിന്റെ കൂടെ നമ്മൾ ഒരുമിച്ചൊരു ജീവിതം. അത് ഷാനുനേക്കാളേറെ സ്വപ്നം കണ്ടവളാ ഞാൻ. അങ്ങനെ ഒരു ജീവിതം കൊതിച്ച ഒരിക്കലെല്ലാം വിട്ടെറിഞ്ഞ് ഷാനുവിന്റെ കൂടെ ഇറങ്ങി പുറപ്പെടാൻ ഞാൻ തീരുമാനിച്ചത്. പക്ഷെ വിധി അത് അനുവദിച്ചില്ലല്ലോ. ആര് പറഞ്ഞു അനുവദിച്ചില്ലെന്ന്? അനുവദിച്ചത് കൊണ്ടാണല്ലോ ഞാൻ മടങ്ങി വന്നത്. പിന്നെന്താ പ്രശ്നം? നമുക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ? എത്രയോ കാലം ഈ നിമിഷം കൊതിച്ച് ഞാൻ ജീവിച്ചു. സ്വപ്നത്തിലെങ്കിലും ഞാനും ഷാനും ഒരുമിച്ച് ജീവിക്കുന്ന കാണാൻ ആഗ്രഹിച്ചു. ഇപ്പോ സ്വപ്നം സഫലമായില്ലേ? താവാ, നമുക്ക് പോവാം. വാ. ഇല്ല, എനിക്ക് വരാനാവില്ല. അതെന്താ? താനല്ലേ പറഞ്ഞത് ഈ നിമിഷം താൻ സ്വപ്നം കാണുമായിരുന്നെന്ന്. എന്നിട്ട് ഇപ്പൊ അത് യാഥാർത്ഥ്യമായപ്പോ ഞാൻ മറ്റൊരാളുടെ ഭാര്യയായി മാറിയില്ലേ? അവൻ നിന്റെ കഴുത്തിലൊരു താലി കിട്ടിയതാണോ ഇത്രയും വലിയ പ്രശ്നം? ഒറ്റ നിമിഷം പോലെ അത് പൊട്ടിച്ചെറിയാൻ. പൊട്ടിച്ചെറിയാൻ ഒരു നിമിഷം മതി. പക്ഷെ അത് കേട്ടാൻ അയാൾ ഒരു ജന്മം മുഴുവൻ നീക്കിവെച്ച സ്വപ്നങ്ങളുണ്ട്. അത്ര പെട്ടെന്ന് എനിക്കത് തകർത്ത് കളയാൻ പറ്റുമോ? ഏതായാലും നിന്റെ വയറ്റിൽ കിടക്കുന്ന എന്റെ കുഞ്ഞിനോളം വരില്ലല്ലോ മറ്റൊരു സെന്റിമെന്റ്സ്. പൂജ, നിന്റെ കുഞ്ഞിന്റെ അച്ഛനാ വിളിക്കുന്നത്. നീ എന്റെ കൂടെ വന്നേ പറ്റൂ. പൂജ, തുറന്നിട്ടേക്കാണല്ലോ. നീ എന്താ ആലോചിക്കുന്നേ? ഇപ്പൊ തന്നെ എന്റെ കൂടെ വരെയല്ലേ? ഇപ്പൊ പറ്റില്ല. പിന്നെ എനിക്ക് ഒരല്പം സമയം കൂടി വേണം. പൂജ, പൂജ, ആദി, ഞാനെന്തിനാ അവനെ പേടിക്കുന്നത്? അവനല്ലേ എന്റെ സൗഭാഗ്യം തട്ടിയെടുത്തത്. അവനല്ലേ എന്നെ പേടിക്കേണ്ടത്. ദയവ് ചെയ്ത് ഷാനു ഇപ്പൊ പോണം, പ്ലീസ്. ശരി, തന്നെ വിശ്വസിച്ച് ഞാനിപ്പോ പോവാം. പക്ഷേ എത്രയും പെട്ടെന്ന് താൻ ആലോചിച്ച് തീരുമാനം എന്നെ അറിയിക്കണം. അതനുസരിച്ചായിരിക്കും എന്റെ ജീവിതം. ഓട്ടെ. ഓ ഷാനു, പ്ലീസ്. താനെന്താ വിളിക്കുന്നു? ഷാനു വന്നിരുന്നു അല്ലേ?